ഹലോ, എൻ്റെ പേര് ആതിര. ഞാൻ DH എക്സാമാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. പാസ്സായി. മാർച്ച് 7-നായിരുന്നു. അതിന്റെ ഫുൾ താങ്ക്സ് എനിക്ക് പറയാനുള്ളത് അഡ്വഞ്ചർ ടീമിനോടാണ്. എസ്പെഷ്യലി എന്നെ ഗൈഡ് ചെയ്ത ആൻഡ്രൂ സാറിനോടും എൻ്റെ മെന്ററായ മരിയ മാമിനോടും. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു DH എക്സാം എഴുതാനുള്ള ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എൻ്റെ സിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്യുന്നത്. ആൻഡ്രൂ സാറിന്റെ അടുത്ത് ജോയിൻ ചെയ്തത് 2 മന്ത് മുന്നെയാണ് ഞാൻ ജോയിൻ ചെയ്ത വഴിക്ക് തന്നെ ഞാൻ ചോദിച്ചത് എനിക്ക് 1 മാസത്തിനുള്ളിൽ എക്സാം എഴുതി പാസ്സാവണം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് കഴിയും ചെയ്യും. അപ്പൊ അതെല്ലാം എന്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സാറിന്റെ അടുത്ത് എനിക്ക് 1 മാസത്തിനുള്ളിൽ പാസ്സാവണം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ തിയറി ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഓൾറെഡി മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് തിയറി ഞാൻ പഠിച്ചിട്ടുണ്ട്. സാറിന്റെ മെറ്റീരിയൽസ് വെച്ച് ഞാൻ പോയി എഴുതിക്കോട്ടെ എന്നാണ് ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ സാറ് പറഞ്ഞതില്ല, ഒരു ടൈം എന്റെ ക്ലാസ് കേൾക്കൂ, ക്ലാസ് കേട്ടിട്ട് എക്സാം നമുക്ക് എഴുതാം, ഡേറ്റ് എടുത്തോളൂ, കുഴപ്പമില്ല, പക്ഷെ ക്ലാസ് കേട്ടിട്ട് പോയാൽ മതി, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. സെയിം എന്റെ മരിയ മാം, മെന്ററായിരുന്ന മരിയ മാമും അതന്നെയാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇതെങ്ങനെ കേട്ട് തീർക്കും എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. കാരണം 1 മാസം കൊണ്ട് എഴുതണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ. അതില് ഈ ക്ലാസ് കേൾക്കലും ഒക്കെ കൂടെ തീരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് സാർ അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. കാരണം ഞാൻ പഠിച്ചവയും സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നോളജും വളരെ ഡിഫറെന്റ് ആയിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന തെറ്റായിരുന്നു എന്നുള്ളതും നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് രീതിക്ക് നമ്മൾ പഠിക്കണം എന്നുള്ളത് കൂടെ. സാർ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ ലിങ്ക് ആവുന്ന ബാക്കി ഏതൊക്കെ ചാപ്റ്ററിൽ എവിടൊക്കെ ലിങ്ക് വരുന്നുണ്ടോ അത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് സാർ എടുക്കുന്നത്. ഞാൻ ഇതുവരെ പഠിച്ചതിൽ അങ്ങനെ ലിങ്ക് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പഠിച്ചു പോകും, ക്ലാസിഫിക്കേഷൻ പഠിച്ചു പോകും, അങ്ങനെയായിരുന്നു. അപ്പോൾ എത്രമാത്രം ഓരോ കുട്ടികളും പാസ്സാവണം എന്നുള്ളതിൽ ഇവർ ഇത്രയും ഫോക്കസ്ഡ് ആണെന്നുള്ളത് എനിക്ക് ആ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി. ആ ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് ഇവർ പറയുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലാണെങ്കിലും നമ്മളിപ്പോൾ എക്സാമിലാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ് സാറിന്റെ ക്ലാസ്. എസ്പെഷ്യലി ആ മെറ്റീരിയൽ നമുക്ക് ലൈഫ് ലോങ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഫാർമസിയിൽ വരുമ്പോൾ റെഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. പിന്നെ എനിക്ക് ഇവരുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് അഫ്കോഴ്സ് ഇവരുടെ ആ ഒരു ആപ്പ് അത് തന്നെയാണ്. കാരണം ഏത് സമയത്തും മെറ്റീരിയൽ ഇല്ലാതെ എനിക്ക് നോക്കി പ്രിപ്പയർ ചെയ്യാൻ അത് സഹായിച്ചിട്ടുണ്ട്. കാരണം ബുക്കിന്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് അധികം പറ്റിയിട്ടില്ല. കാരണം കുട്ടിയുടെ മോനുള്ളതുകൊണ്ട്, അവൻ ചെറുതായതുകൊണ്ട് അവൻ ബുക്ക് തുറക്കാൻ സമ്മതിക്കാറില്ല. സോ എനിക്ക് ബുക്ക് തുറക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവും. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അല്ലാത്ത സമയത്ത് നമ്മൾ വീഡിയോ, സാറിന്റെ ക്ലാസ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും എവിടുന്ന് വേണമെങ്കിലും നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റും. അതൊരു ബെനിഫിറ്റ് തന്നെയായിരുന്നു എന്റെ ഈ ഒരു കേസിൽ. പിന്നെ അവരുടെ മെറ്റീരിയൽസിൽ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്ന് വെച്ചാൽ സാറിന്റെ ക്ലാസ്സിൽ സാർ പറയുന്ന പോയിന്റ്സ് എല്ലാം ഞാൻ നോട്ട് ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഏത് രീതിയിലേക്ക് എഴുതണം എന്നുള്ളത്. അപ്പൊ നമ്മള് 1 ടൈം ഫയൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ ഒരുമിച്ച് ഒരു പേപ്പറിൽ എഴുതും. അതായത് ഒരു നോട്ടിൽ ഓരോ പേജ് ഓരോ സെക്ഷന് കൊടുത്തിട്ട് ഹെർബ്സ് മൊത്തം ഒന്നിലെഴുതും, അതേപോലെ കാൽക്കുലേഷൻസ് ഒന്നിലെഴുതും, അതേപോലെ അങ്ങനെ ഓരോ ടോപ്പിക്സ്, പ്രഗ്നൻസി റിലേറ്റഡ് ഡ്രഗ്സ്, പ്രഗ്നൻസി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഡ്രഗ്സ്, അങ്ങനെ ഓരോന്നും. അതേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ADR, ട്രീറ്റ്മെന്റ് ആളുടെ പേരുകൾ മാത്രം ഒന്നില്, അങ്ങനെ വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഫയല് വെരി ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഫയലില് ചിലപ്പോൾ ഇന്ന് വായിച്ച ക്വസ്റ്റ്യന്റെ ലിങ്ക് ചിലപ്പോൾ നാളെ കഴിഞ്ഞാൽ അടുത്ത ഫയലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ വായിക്കുന്ന അടുത്ത ഫയലിലോ അതിന്റെ സിമിലർ ആയിട്ട് അതിനോട് ലിങ്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നമ്മൾ ആ സമയത്ത് വായിക്കുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതിന്റെ ലിങ്ക് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നല്ലോ, അത് ഏത് ഫയലിലാണ്, അപ്പൊ നമുക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ആ 1 ടൈം നമ്മൾ ആ ഫയല് ഫസ്റ്റ് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ റേഞ്ചിൽ നമുക്ക് വീക്ക് ആണെന്നുള്ളത്. അതായത് പിന്നെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാം, കാരണം നമ്മൾ അത്രയും തറവാണെങ്കിൽ. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഒരു സെറ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. മെയിൻ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ ചാപ്റ്ററിലെ സെല്ല്, B സെല്ല്, T സെല്ല് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ
ആ സമയത്ത് ഓർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അപ്പൊ ഈ ഒരു ഉത്തരത്തിന് ആ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നെന്നുള്ളത് പിന്നെ നമ്മൾ ഏതാ ഫയലും നമുക്കറിയില്ല. അപ്പൊ സെൽസിന് ഒരു ചാപ്റ്റർ, ഒരു പേജ് വിട്ടിട്ട് ഫുൾ സെൽസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം അതിൽ എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിന് പോണതിന് മുന്നേ വീണ്ടും ഫയൽ വായിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഫയലിൽ അറിയുന്നതും നമുക്ക് പെട്ടെന്ന് കിട്ടാത്തതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഷഫിളാണല്ലോ. അപ്പൊ നമുക്ക് ഈ ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ജസ്റ്റ് എക്സാമിന് പോണതിന് മുന്നേ ഈ ബുക്കിലുള്ളതായിരിക്കും നമുക്ക് ടഫ് അറിയാത്തത് എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ അതിൽ എഴുതി വെച്ചാൽ വേഗം റെഫർ ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെയായിരുന്നു എന്റെ ഒരു പാറ്റേൺ. പിന്നെ എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഈ എക്സാമിന്റെ ഫയൽസ് വായിക്കുന്നതോടൊപ്പം ഇപ്പൊ ഒരു തവണ സാറിന്റെ ക്ലാസ് കേട്ടവരാണെങ്കിൽ വീണ്ടും കേൾക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത്, അതായത് ഒരു ടൈം സാറ് പറഞ്ഞത് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്യും, പഠിക്കും. പിന്നെ നമ്മൾ ആ സമയത്ത് അത് ഓർമ്മ ഉണ്ടാവും, റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും. പിന്നെ എക്സാം ഫയൽ വായിക്കും, ഒക്കെ നമ്മൾ അങ്ങനെ പോകും. പക്ഷെ പിന്നീട് നമ്മള് വീണ്ടും അതൊരു റിവിഷൻ വരുന്ന സമയത്ത് നമ്മള് സാറ് പറഞ്ഞ മെയിൻ ചില പോയിന്റ്സ് നമ്മൾ മിസ്സാക്കും. അപ്പൊ ഏറ്റവും ബെറ്റർ ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടവരാണെങ്കിൽ എനിക്കൊരു, കാരണം ഞാൻ അങ്ങനെ പഠിച്ചത്. എനിക്ക് 1 മാസം കൊണ്ട് ഏതാണ്ട് ക്ലാസ് പെട്ടെന്ന് തീർക്കേണ്ട കാരണം ഞാൻ ക്ലാസ് കേൾക്കുന്നതിനൊപ്പം തന്നെയാണ് ഞങ്ങൾ ഫയൽ വായിച്ചിരുന്നത്. എസ്പെഷ്യലി കമ്പൈൻ സ്റ്റഡി, അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. ഞാനും എന്റെ സിസ്റ്ററും കൂടെ കമ്പൈൻ സ്റ്റഡിയാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫയല് കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ അല്ലാത്ത സമയത്തായിരുന്നു സാറിന്റെ ക്ലാസ് കേട്ടോണ്ടിരുന്നിരുന്നത്. അപ്പൊ ആ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ ആ ഫയല് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഓ ഇത് ഇതുകൊണ്ടാണ് ഈ ഉത്തരം വന്നത്. അങ്ങനത്തെ കുറെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സാമിനോട് പോകുന്നതോട് അടുപ്പിച്ചിട്ട് ഞാൻ നോൺ ഫാർമക്കോളജി സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര അങ്ങനെ പഠിച്ചാലും ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ ആ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഞാൻ ഇതേപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴും ഫ്രീ ടൈം ആകുമ്പോഴും നോൺ ഫാർമക്കോളജി ഒന്നും കൂടെ കേട്ടു. അപ്പൊ ആ ഒരു, കാരണം നമ്മൾ ആ സമയത്ത് നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പൊ അത് സാറ് പറയുന്നത് കേട്ടിട്ടുള്ള ആ ഒരു ഇതിലേ പോയിട്ട് എക്സാം എഴുതാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ അങ്ങനെ ചെയ്തത്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. പിന്നെ എന്താ പറയാ, മെറ്റീരിയൽസും ആപ്പും എല്ലാം ഒന്നുപോലും വിടാതെ ഫുള്ള് വായിക്കണം. അതാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തിയറി പ്ലസ് മെറ്റീരിയൽസ് ഫുള്ളായിട്ട് വായിക്കണം. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ തിങ്. പിന്നെ എക്സാം വന്നിട്ട് എനിക്ക് ടഫായിരുന്നില്ല. തിയറി നന്നായി പഠിച്ചത് കാരണം എനിക്ക് എളുപ്പമായിട്ട് തോന്നി. പക്ഷെ ഒരു തിങ് എന്തായിരുന്നു വെച്ചാൽ എല്ലാ മേഖലയിൽ നിന്നും എനിക്ക് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കാൽക്കുലേഷൻസ് ഒന്നും എനിക്ക് ഡയറക്റ്റ് അല്ല വന്നത്. അതേപോലെ മെഡിസിനൽ കെമിസ്ട്രിയും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ പോലെയാണ് വന്നത് അതില്. അപ്പൊ ആ തിയറി അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയത് സാറിന്റെ ക്ലാസ് തറവായതുകൊണ്ടാണ്. അപ്പൊ അത് മെയിൻ ഇമ്പോർട്ടന്റ് തിങ് ആണ്. പിന്നെ വന്നിട്ട് എന്റെ എക്സാമില് ഒരു ടൈം മാനേജ്മെന്റ് ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാല്, എന്റെ ഒരു ഇതില് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ ലെഫ്റ്റ് സൈഡില് നമ്പർ വരുമല്ലോ, ആ നമ്പർ വെച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മള് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഫ്ലാഗ് ചെയ്തിട്ട് പോവുമല്ലോ, ഫ്ലാഗ് ചെയ്തിട്ട് പോകുമ്പോൾ അതിൽ പോയിട്ട് എടുക്കാതിരിക്കാൻ നോക്കുക. അതിന്റെ ഏറ്റവും താഴെ തന്നെ ഒരു സ്ക്വയറിൽ 4 സ്ക്വയർ ആയിട്ടുള്ള ഒരു ഐക്കൺ കാണും. അതിൽ നമുക്ക് 1 to 150 ക്വസ്റ്റ്യൻസും ഒരുമിച്ച് ഒരു ഷീറ്റിൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചു തരും. അതിൽ പോയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം വളരെയധികം കൺസ്യൂം ചെയ്യാൻ പറ്റും. കാരണം എനിക്കത് ഞാൻ ഓൾറെഡി ചെയ്ത സമയത്ത് ഡ്രാഗ് ചെയ്യാൻ പോയിട്ട് ടൈം പോയതും, കാരണം അവർ ഡ്രാഗിങ്ങിൽ കുറച്ചൊരു ഇത് വരും, പെട്ടെന്ന് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. അതും ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പെൻഡിങ് ഉണ്ട്, ഇനി എത്ര സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യനുമ്പോൾ ഞാൻ ഇരിക്കണം എന്നുള്ളതൊക്കെ ഒരു വ്യൂവിലെ കാണുമ്പോഴുള്ള ഡിഫറൻസ് വളരെയധികം എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു സെയിം ഈ ഇവരുടെ ആപ്പിൽ ഈ റിവ്യൂസിൽ ഇടുന്നത് പോലെ അത് കേട്ടിട്ട് അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ ഇടുന്ന റിവ്യൂസ് എത്ര ടൈം കൊണ്ട് തീർക്കണം എന്നുള്ളത് അതേപോലെ തന്നെ ഞാനും ചെയ്തത്. ഒരു മെഡിസിനൽ കെമിസ്ട്രിയും ഒരു കാൽക്കുലേഷനും ഞാൻ ഒറ്റ ടൈമിൽ കേട്ടിട്ടില്ല, എഴുതിയിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒക്കെ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചു. ഫസ്റ്റ് വന്നിട്ട് എല്ലാം നമ്മുടെ തിയറി ക്വസ്റ്റ്യൻസും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും വിത്തിൻ 1 hour 15 minutesനുള്ളിൽ ഞാൻ വേഗം തീർത്തു. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് ഒരു ചെറിയൊരു ഡൗട്ട് വരുമ്പോഴേക്കും ഞാൻ അതവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാൽക്കുലേഷൻ വായിക്കാനേ ഇരുന്നിട്ടില്ല. കാരണം ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലും വായിക്കാൻ ഇരുന്നിട്ട് അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ടൈമും വേസ്റ്റ് ആയി. അതുകൊണ്ട് ഞാനത് എല്ലാ കാൽക്കുലേഷനും എല്ലാ മെഡിസിനൽ കെമിസ്ട്രിയും ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചു. എന്നിട്ട് എന്റെ എല്ലാ തിയറി ഞാൻ 1 hour 15 minutesനുള്ളിൽ തീർത്തിട്ട് നെക്സ്റ്റ്
ഞാൻ കാൽക്കുലേഷനിലും മെഡിസിൻ കെമിസ്ട്രിയിലും ഇരുന്നു. അതിൽ തന്നെ വീണ്ടും ഡൗട്ട് വരുന്നത് വീണ്ടും ഞാൻ ഫ്ലാഗ് ചെയ്ത് വെച്ചിരുന്നു. സംശയമുള്ളത് അറ്റൻഡ് ചെയ്തിട്ട് ഫ്ലാഗ് ചെയ്ത് വെച്ചു. കാരണം ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെച്ചിട്ട് ഇനിയിപ്പോ അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു ഉത്തരം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫ്ലാഗ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോ നെക്സ്റ്റ് ഒരു 3/4 മണിക്കൂറിന് അബവ് എനിക്ക് ഇത് മെഡിസിൻ കെമിസ്ട്രി ഇതൊക്കെ വീണ്ടും ഒരു 1.5 അവറിനുള്ളിൽ ഏകദേശം എനിക്ക് തീർക്കാൻ പറ്റി. അപ്പൊ ആ സമയത്തും എനിക്ക് കാൽക്കുലേഷൻസിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്റെ കാൽക്കുലേഷൻസിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ലോഡിംഗ് ഡോസ് ആണ് ഇൻഫ്യൂഷൻ റേറ്റ് ആണ് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഫ്യൂഷൻ റേറ്റിന്റെ ഇക്വേഷന്റെ പിന്നാലെ പോകും. പക്ഷെ ശരിക്കും എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് അവിടെ ലോഡിംഗ് ഡോസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം ആലോചിച്ചിരിക്കുമ്പോൾ ഇത് ഇൻഫ്യൂഷൻ റേറ്റിന്റെ ഇക്വേഷനായിട്ട് കണക്ട് ആവണുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു വേല ടൈം കൺസ്യൂം ചെയ്തുകൊണ്ട് ലാസ്റ്റത്തെ ഒരു ഹാഫ് ആൻ അവറിൽ പിന്നെയും നമുക്ക് ഡൗട്ട് വന്ന ഉത്തരം അറിയാത്ത കാൽക്കുലേഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്താ, കാരണം അപ്പൊ ഒരു കാൽക്കുലേഷനുമ്പോൾ തന്നെ എനിക്ക് മോർ ദാൻ 5 മിനിറ്റ്സ് ടൈം സ്പെൻഡ് ചെയ്ത് ഇരുന്ന് വായിക്കാൻ പറ്റി. കാരണം ലാസ്റ്റത്തെ ഒരു ഹാഫ് ആൻ അവറിൽ എനിക്ക് ഒരു 2-3 കാൽക്കുലേഷനും 1 മെഡിസിനൽ കെമിസ്ട്രി അങ്ങനത്തെ നല്ല മനസ്സിലാവാതെ ഞാൻ വിട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാതും ലാസ്റ്റത്തെ ഹാഫ് ആൻ അവറിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എന്താ ചോദ്യം എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അപ്പൊ ആ സമയത്ത് അത് വായിച്ച് ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ടൈം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് മനസ്സിൽ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടൈം മാനേജ്മെന്റ് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ മെഡിസിനൽ കെമിസ്ട്രി ഇത് ലാസ്റ്റ് ആക്കി. അപ്പൊ ലാസ്റ്റത്തെ ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ തെറ്റിച്ച് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ഫ്ലാഗ് ചെയ്തത് എടുത്തിട്ട് അതും കൂടെ ക്ലിയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഒരു ജേണി എന്ന് പറയണത്. അപ്പൊ നന്നായിട്ട് തിയറി എല്ലാവരും അത് സ്കിപ്പ് ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ സാറിന്റെ ക്ലാസ് കേട്ടിട്ടെങ്കിലും പോവുക, അത് സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ഫയൽസും കാര്യങ്ങളും നന്നായി നോക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് ചിലവർക്ക് ഡയറക്റ്റ് വരുന്നുള്ളൂ. എനിക്ക് കുറെ ഡയറക്റ്റ് ഉണ്ടായിരുന്നു, കുറെ ഇൻഡയറക്റ്റ് ആയിരുന്നു. അപ്പൊ തിയറി മസ്റ്റ് ആണ്. അപ്പൊ ഇനി വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്.